ബോസ് മലയാളം സീസണുകൾ ഏതെടുത്താലും അതിൽ വിമർശനങ്ങൾക്കും വ്യാപകമായ ചർച്ചകൾക്കും വഴിയൊരുക്കിയ പല സ്റ്റേറ്റ്മെന്റുകളും സംഭവ വികാസങ്ങളും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ, മിഥുൻ ഉൾപ്പെടെ നിരവധി കണ്ടസ്റ്റന്റുകൾക്ക് വാവിട്ട വാക്കുകൾ മൂലം സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുടെ ചാകരയായിരുന്നു. സീസൺ 6-ൽ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് രതീഷ് കുമാറാണ്. കഴിഞ്ഞ ദിവസം രതീഷ് കുമാർ ട്രാൻസ്ജെൻഡർ ജാൻമോണി ദാസിനെതിരെ നടത്തിയ പരാമർശമാണ് സോഷ്യൽ മീഡിയയെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ 2-ാം ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചതാണ് സംഭവ വികാസങ്ങളുടെ തുടക്കം. ജാൻമണിയുടെ ഹഗ്ഗിങ് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും മറ്റുള്ളവർ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ലെന്നും ജാൻമണി കെട്ടിപ്പിടിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നൊക്കെയാണ് രതീഷ് അന്നേ ദിവസം പറഞ്ഞത്. ശേഷം കരച്ചിലും ബഹളവും ഒടുവിൽ ജാൻമോണി ദാസ് ക്ഷമാപണം വരെ നടത്തിയപ്പോഴാണ് രതീഷിന് അല്പം ആശ്വാസമായത്. സത്യത്തിൽ ചെറിയൊരു സംഭവത്തെ പെരുപ്പിച്ച് കാണിച്ചതായാണ് പ്രേക്ഷകർക്കും മറ്റു മത്സരാർത്ഥികൾക്കടക്കം തോന്നിയത്. മാത്രമല്ല, സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമുള്ള തുറന്നുപറച്ചിലായതുകൊണ്ട് തന്നെ ഭൂരിഭാഗവും എന്തുകൊണ്ടപ്പോൾ പ്രതികരിച്ചില്ല എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. വീഡിയോ പുറത്തെത്തിയതും സംഭവത്തിൽ പ്രതികരിച്ച് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി നാദിറ മെഹറിനും മേക്കപ്പ് ആർട്ടിസ്റ്റ് സൂര്യ ഇഷാനും സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയതോടെയാണ് വിഷയം ഇപ്പോൾ ആളിക്കത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇരുവരും സംഭവത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയത്. എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്കിഷ്ടമല്ല. ജാൻമണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട്. ജനങ്ങൾ തെറ്റിദ്ധരിക്കും. പക്ഷേ നിങ്ങൾ പെങ്ങന്മാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ല. അതെന്താണ്, ജാൻമണിയെ പെങ്ങളായി കണ്ടുകൂടെയെന്നും ട്രാൻസ്ജെൻഡർ തൊടുന്നതിനെല്ലാം മറ്റൊരർത്ഥമുണ്ടല്ലോ എന്നാണ് നാദിറ പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം നിങ്ങൾ ഈ കോണകപ്പുറത്ത് നിന്നും ഷെഡിപ്പുറത്തേക്ക് ഇതുവരെ എത്തിയില്ല എന്ന ചോദ്യവും നാദിറ ഉന്നയിക്കുന്നുണ്ട്. ജാൻമണി തൊട്ടാൽ അണ്ണൻ ഉരുകിപ്പോകുമോ, പെങ്ങളായി കാണാൻ പറ്റില്ല എന്നാണ് സൂര്യ ഇഷാൻ സംഭവത്തിൽ പ്രതികരിച്ചത്. പോസ്റ്റുകൾക്കൊപ്പം ഷെയ്ം ഓൺ യു രതീഷ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇരുവരുടെയും പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അഭിപ്രായവുമായി രംഗത്തെത്തിയത്. ബിഗ് ബോസ് വീടിനുള്ളിൽ രതീഷ് എന്തിനത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നും കാലം ഇത്ര പുരോഗമിച്ചിട്ടും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ലെന്നും ഇതുപോലുള്ളവരെ എന്തിനാണ് ബിഗ് ബോസിൽ കൊണ്ടുവന്നതെന്ന് തുടങ്ങി കമന്റുകൾ നീണ്ടുപോകുന്നു. ഷോ തുടങ്ങിയത് മുതൽ പ്രേക്ഷകർക്കിടയിലും ബിഗ് ബോസ് വീടിനകത്തും ഒരുപോലെ ചർച്ചകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് രതീഷ് കുമാർ. വളരെ ടോക്കറ്റീവായ രതീഷ് കുമാർ മറ്റുള്ളവരെ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പൊതുവെയുള്ള സംസാരം. മാത്രമല്ല, ക്യാമറ സ്പേസിനായി കണ്ടന്റ് ഉണ്ടാക്കുന്നതായും പറച്ചിലുകളുണ്ട്. എന്തായാലും കണ്ടന്റിനായാലും കണ്ടന്റിനല്ലെങ്കിലും രതീഷിന്റെ പ്രസ്താവന പ്രേക്ഷകരിൽ ചെറിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.